ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലത്തെ തിരക്കാണ്ടോ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ലോഡൊക്കെ എന്താ നമ്മളെ ആളില്ല ഇവിടെ, ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ 2 പാത്രം ദോശ. അപ്പോ ഇതൊക്കെ എന്താന്നല്ലേ, ഞങ്ങളെല്ലാരും ഉണ്ടാവുമ്പോ അത്രയും വേണ്ടേ. ഇവിടെയൊക്കെ ചില സമയത്ത് തീറ്റ എന്ന് പറഞ്ഞാല് ചാലഞ്ച് തീറ്റ മത്സരക്കാരം. അവസാനം പിന്നെ ഇരിക്കണേ ഞങ്ങൾക്ക് ചുടുന്ന ഞങ്ങൾക്ക് ആർക്കും ഇല്ലാതാവും. ഞാൻ നീച്ചിട്ടുള്ളൂ. ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടോ, കുട്ടികളൊക്കെ നീച്ചിട്ടുണ്ട്. ഞാനന്ന് വൈകി നീച്ചിട്ടോ. ചട്നിക്കോ എങ്ങനെ കാണുമ്പോ ഞാനത് അടിയോറോ സമയത്തെ ജാനകി. അപ്പൊ ഓക്കെ, അങ്ങനെതാ ഞാനേതായാലും നീച്ച് വന്നപ്പോൾ നേരം വൈകിട്ട്. അപ്പോൾ കടി പോലെ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിലും കറിക്കായപ്പോഴത്തേക്ക് ഞാൻ സെറ്റായിട്ടോ. ഞാൻ ഓണായി. അപ്പോൾ അതാ കറിക്കുള്ള തേങ്ങ ഇതുപോലെ പൊട്ടിച്ചെല്ലാം മടാൾ തരാണ്ട് കാണില്ലാണ്ട്. അപ്പോൾ ഞാൻ എന്തായിട്ട് നമ്മളെ ഉടക്കോയിലുണ്ടാവില്ല, അതെടുത്ത് മേടി പൊട്ടിച്ചെടുത്തിട്ടോ. പിന്നെ ഞാൻ തേങ്ങ ചിരവില്ല കേട്ടോ ചെയ്തത്. ഞാനിതാ ഇങ്ങനെ പൂണ്ടെടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കനം കുറച്ചിട്ട് ഒന്ന് പൂണ്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് ആട്ടിയാൽ മതി. ഞാൻ അങ്ങനെ കേട്ടോ അധികം ചെയ്യാറുള്ളത്. ഇങ്ങനെ നമുക്ക് തേങ്ങ പൂണ്ടിട്ട് കിട്ടാൻ പ്രയാസമല്ലോ എടുക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് ചിരട്ടിയിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. ബീഫ് ഇത് പലവക. ഇതാ ബീഫ് എൻ്റെ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് പലവക പൂളിക്കുള്ളത്. ചോറിനുള്ള വെള്ളം വെച്ചു. അരി ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ ഇതാ അങ്ങനെ ചോറായോ? ഇല്ല. പലവക തട്ടാടെ കഴുകി വൃത്തിയാക്കി വെച്ചോ. ഞമ്മക്ക് എന്താണ് പൂള അല്ലേ, ഒന്ന് തൊട്ടു ഒക്കെ പോന്നു. എന്താ പൂള തട്ടോ. ഞങ്ങൾ ചായ കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ പൂളൊക്കെ തൊലിയാണെന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമുക്കുള്ളത്. കറി ഉണ്ടാക്കണ്ടോ ഇനി ആടല. അങ്ങനെ ഇതാ നമ്മൾ പൂള കൂട്ടാനെ തിന്നിട്ടോ. തിന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതാ അങ്ങനെ നമ്മൾ പൂളക്കൂട്ടാനൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്ന് സംസാരം തുടങ്ങിട്ടോ. പിന്നെ എന്താണെന്ന് അറിയാം, നമ്മളെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസത്തെ വീഡിയോ ഫുള്ളാക്കാനായിട്ട് എന്തായാലും മറന്നും പോകും കേട്ടോ. കാരണം നമ്മളെ അക്കാര്യത്തിലുള്ള അന്താരാഷ്ട്ര ചർച്ചയൊക്കെ നമ്മളെല്ലാവരും ഇവിടെ കൂടിയത്. എന്ന് കൂടിയത് അതിന് ശേഷമുള്ള വിശേഷങ്ങൾ ഫുള്ള് പറയാനുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ എടുക്കാൻ മറക്കൂട്ടോ. അങ്ങനെ ഒന്നും ഞാൻ മറന്നു കേട്ടോ. പിന്നെ നമ്മളിത് നോക്കാന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ആവും കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങനെ സെറ്റാക്കി നോക്കുക. പിന്നെ അന്ന് പ്രത്യേകിച്ച് എന്താ വൈകുന്നേരത്തേക്ക് നമുക്ക് ആ പൂളിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബീഫ് പിന്നെ അന്ന് വെച്ചില്ല കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം നമ്മൾ പൂളയും കട്ടൻ ചായയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അന്നത്തെ ദിവസം പോയത് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ പൊതുവേ നമ്മൾ ഇങ്ങനെ ആരോ ഒരാൾ വരുന്നു. ആരാണത്? നമ്മളെല്ലാവരും ഒരുമിച്ച് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലേ കേട്ടോ കൂടെ. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ കൂടുതൽ വെക്കേഷൻ ടൈമിൽ ഞാനാണത് ഇല്ലാതിരിക്കില്ല കേട്ടോ. റമദാനിലാണ് കൂടെ അധികം കൂടുതൽ കേട്ടോ. പക്ഷെ ആ സമയത്ത് ഞാൻ ഉണ്ടാവില്ല, ഓലാണ് കേട്ടോ ഉണ്ടാവല്. പക്ഷേ ഇപ്രാവശ്യം ഞാനും ഓല കൂടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോ ദിവസം ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ കൂടുതൽ സംസാരവും കാര്യങ്ങളും അങ്ങനെ നീണ്ടു പോവുക കേട്ടോ ഇന്നത്തെ ദിവസം ചെയ്തത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട്